ആദ്യമായി തന്നെ പറഞ്ഞേക്കുക, ഇത് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ കേസുകൾ മുമ്പോട്ട് പോയിട്ടുള്ളത്. ഇനിയെങ്കിലും ഞാനിതൊരു 50 അടുത്ത് ആവർത്തിച്ചാണ്, ഇനി പറയാൻ വയ്യാത്തതുകൊണ്ട് പറയുന്നതാണ്. ഇത് പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് CMRൽ നടത്തിയ ഒരു റെയ്ഡ്, ആ റെയ്ഡിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ ചോദ്യം ചെയ്ത്, ആ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി ഉണ്ടായ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ ഈ കമ്പനി കാര്യങ്ങളിൽ കമ്പനി ഫ്രോഡുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണ ഏജൻസികൾ ഇതിനകത്ത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സിൻ്റെ രേഖയിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. അത് അല്ലെങ്കിൽ ആ ഇൻകം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിനകത്ത് ആദ്യത്തെ 56 പേജ് അവരുടെ റിപ്പോർട്ടാണ്. അതൊന്ന് വായിച്ചാൽ മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് നമ്മുടെ PCITയുടെ റിപ്പോർട്ടിൽ അന്വേഷണ റിപ്പോർട്ട് ആവശ്യമുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. രണ്ട്, EDയെ സംബന്ധിച്ചിടത്തോളം ED എടുത്തു പറഞ്ഞ ഒരു വിഷയം, ED ഇതിനു മുമ്പ് ഒരു ECR രജിസ്റ്റർ ചെയ്തു. ECR രജിസ്റ്റർ ചെയ്ത്, അതായത് പറയാതെ പോകാതിരിക്കാൻ പറ്റില്ല. ECR രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് EDക്ക് ഒരു പ്രെഡിക്റ്റേറ്റ് ഒഫൻസ് വേണം. EDക്ക് ECR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ഒഫൻസ് എവിടെയെങ്കിലും ഒരു FIR ഉണ്ടായിരിക്കണം. ED കേരള പോലീസിന് ഒരു കത്തയച്ചു, ഇങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു FIR രജിസ്റ്റർ ചെയ്യണം. ആ കേരള പോലീസിന് പിണറായി വിജയനെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞാൽ കത്തയച്ചാൽ എന്താണ് അവസ്ഥ എന്നറിയാമല്ലോ. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് ഇതുവരെ മിണ്ടാതിരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് EDക്ക് ആ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്തത്. അതിനുശേഷം CMRലെ ഉദ്യോഗസ്ഥരുൾപ്പെടെ EDയുടെ അന്വേഷണത്തിനെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തു. ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പ്രശ്നം, ഈ പണം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, ഇത് ഞങ്ങൾ നിയമപരമായി നേരിട്ടുള്ളതാണ്. ഒരു കാര്യം കൂടെ നേരത്തെ പറഞ്ഞേക്കാണ്, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 1.72 കോടി രൂപയും എംപവർ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസയുടെയുമാണ് ഇപ്പോൾ കേസ് വന്നിട്ടുള്ളത്. വീണ 2021 മുഖ്യമന്ത്രിയുടെ മകൾ, അങ്ങനെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ 2021 ഒരു കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവരുടെ കമ്പനി ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവരുടെ കമ്പനിക്ക് ക്ലോഷറിന് വേണ്ടി അവർ നൽകിയിട്ടുള്ള അവരുടെ മുഴുവൻ രേഖകളും ഫേക്കാണ്. അത് ഈ അന്വേഷണ റിപ്പോർട്ടിനകത്ത് അതുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അത് ഇല്ല എങ്കിൽ അടുത്ത കേസിന് കൂടെ റെഡി ആയിട്ടിരുന്ന വെച്ചാൽ മതി. കാരണം അതിൻ്റെ രേഖകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇത് ഒരു കാര്യം എടുത്തു പറയട്ടെ, ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനും അല്ലെ പിണറായിയുടെ മകനും ഒക്കെ ആയിട്ട് പല കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. ഞാൻ ആ വിഷയങ്ങളിലേക്ക് കിടക്കുകയല്ല. ഇപ്പോൾ തീ കുരുത്തോരാണ് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞു. അരുണിൻ്റെ കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ജ്യോതികുമാറിൻ്റെ കാര്യമാണെങ്കിൽ ഒക്കെ പറഞ്ഞാൽ ശരിയാണ്. കാരണം നമ്മളൊക്കെ റോഡിൽ കിടന്ന് തല്ലുകൊണ്ടിട്ടുണ്ട്, ജയിലിലും പോയിട്ടുണ്ട്. പക്ഷേ നമ്മളൊക്കെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലെ, ഇവിടെ ഈ കേരള സംസ്ഥാനത്ത് സ്വകാര്യ മേഖലയ്ക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ കോളേജ് അനുവദിച്ചുകൊണ്ട് UDF സർക്കാർ തീരുമാനമെടുത്തപ്പോൾ അതിനെതിരെ സമരം ചെയ്ത് നമ്മളൊക്കെ ജയിലിൽ കിടക്കുന്ന സമയത്ത് സ്വകാര്യ സർവകലാശാലയിൽ ബെർമിംഗ്ഹാമിലും അമൃത യൂണിവേഴ്സിറ്റിയിലും പഠിക്കുകയായിരുന്നു പിണറായിയുടെ മക്കൾ. അതുകൊണ്ട് തീയിൽ ഇവർ കൊടുത്തിട്ടില്ല, നമ്മൾ വാടുകയല്ലായിരിക്കും, പക്ഷേ ഇവർ വാരിപ്പോവും. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ സമരത്തിലിറക്കി വിട്ടിട്ട് ഞാനന്ന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ്. നമ്മളെ സമരത്തിനിറക്കി വിട്ടിട്ട് പിണറായി മക്കളെ സ്വകാര്യ യൂണിവേഴ്സിറ്റിയിലും വിദേശ യൂണിവേഴ്സിറ്റിയിലാണ് പഠിപ്പിച്ചേ. അതുകൊണ്ട് തീ കുരുത്താന്ന് ഓർക്കണ്ട, ഇത് വാടാനുള്ള കാര്യങ്ങളൊക്കെ ഈ കേസിലുണ്ട്, ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അത് പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ ഇന്നലെ വിശദീകരിക്കുന്നത് കേട്ടു, എൻ്റെ ചോര എന്ന് വിശദീകരിക്കുന്നത് കേട്ടു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആ കാശ് മേടിച്ചതിന് ടാക്സ് അടച്ചെന്ന് എന്ത് ഒരു മുഖ്യമന്ത്രിയല്ലേ ഇങ്ങനെയൊക്കെ പറയാവോ? ഞാൻ കശാപ്പിന് ലൈസൻസ് എടുത്ത ആളെ കൊല്ലാൻ പറ്റുമോ? നിങ്ങൾ ഇനി നാളെ അതും പറയുമല്ലോ, കശാപ്പിന് ലൈസൻസ് എടുത്തെന്ന് ആളെ കൊല്ലാൻ പറ്റുമോ? അതുപോലെയല്ലേ ഏതെങ്കിലും ഒരു പണം കൈപ്പറ്റിയിട്ട് ആ പണത്തിന് ടാക്സ് അടച്ചെന്ന് പറഞ്ഞാൽ അതുടനെ വെളുക്കുമോ? നിങ്ങൾ എന്താണ് ഈ കേരളത്തിൽ മനസ്സിലായി? ഇത് കേൾക്കുന്ന ആർക്കും വിവരമില്ലേ? അത്ര ബോധമില്ലാത്തവരാണോ മലയാളികൾ?